എൻ്റെ റൂമിൽ പോയാലാണ് അറിയുള്ളൂ. അവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരോട് കുറച്ചും കൂടി കാര്യങ്ങൾ സംസാരിക്കേണ്ട. അവരോട് ഞങ്ങൾ ഫോണിലേ സംസാരിച്ചിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല. നേരിട്ട് കാണുമ്പോഴാ അറിയാം ശരിക്കും എന്താണ് അന്നൊക്കെ നൈറ്റൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചറിയാം. സംഭവം എന്താ പറയുക, ഇത് ഈ സാധനം വന്ന് കയറിയാലേ വല്ലാത്തൊരവസ്ഥ കേട്ടാ. നമുക്ക് കാരണം നമ്മളെ കൂടെ ഉള്ള ഒരാൾ പെട്ടെന്ന് ആണ് മാറി അറിയുമ്പോഴേ, ഒന്നാമത്തവന് കുറച്ച് പേടിയുള്ള ഒരാളാ. ആ സാധനം അടിച്ച് പൊട്ടിയൊക്കെ തെറിക്കോടെ ചെയ്യുമ്പോഴേ പൊട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. കാളിയിട്ടുണ്ടാവും. അപ്പൊ ഒറ്റ സ്പോട്ടിൽ തന്നെ പോന്നിട്ടില്ല ഉള്ളിലുള്ളത്. നമ്മളാ കുളത്ത് നിർത്തപ്പോ ഇത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അന്ന് കുളത്ത് നിർത്തിയ സമയത്ത് അവൻ പറഞ്ഞ കേട്ടില്ല. കുളത്തുനിന്ന് കിട്ടി അതില് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലേ. അതെ അതെ. വേറെ കാര്യം ഉണ്ടാ, അത് ഈ ഇതിന്റെ എന്താ വെച്ചാ ഈ മന്ത്രവാദത്തിന്റെ കേന്ദ്രമാണ്. അതാണ് ഫുള്ള് ഈ ആൾക്കാർ പല സ്ഥലത്തുനിന്നും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ കുളത്തിലിട്ടിരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും. അതിൽ തന്നെ ഒരു 3-4 സാധനങ്ങൾ ഞങ്ങളെടുത്ത്